ഹലോ ഫ്രണ്ട്സ്, BK വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്യൂമറേഷൻ ഫോം അല്ലെങ്കിൽ SIR ഫോം ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. ആകെ ഓരോ കോളത്തിലും സിമ്പിളായ 5-6 ചോദ്യങ്ങൾ. പക്ഷെ ഉത്തരം കണ്ടെത്താൻ ജനങ്ങൾ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ. എന്താണ് SIR എന്നും എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് SIR? സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേരുള്ള ജനങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഫോമാണ് SIR അല്ലെങ്കിൽ എന്യൂമറേഷൻ ഫോം. 2025 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് BLOമാർ ഈ ഫോം വീടുകളിൽ ഇതിനകം തന്നെ എത്തിച്ചു തന്നിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഫോം തെറ്റുകൂടാതെയും ആശയക്കുഴപ്പമില്ലാതെയും പൂരിപ്പിക്കാൻ പറ്റും. നമുക്ക് കിട്ടിയ ഫോമിൽ നമ്മുടെ പേര്, എപ്പിക് നമ്പർ, ക്രമനമ്പർ, ഭാഗം നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ 2025 വോട്ടർ പട്ടികയിൽ കിടക്കുന്ന പോലെ തന്നെ ആ ഫോമിൽ ഉണ്ടായിരിക്കും. ഇനി ഈ ഫോം നമുക്കൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ഫോമിനെ നമുക്ക് ABC എന്ന 3 ഭാഗങ്ങളായി തിരിക്കാം. ഇനി 3 വ്യക്തികളെയും നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ വ്യക്തി 2025 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തിയാണ് ഒന്നാമത്തെ ആൾ. ഇയാൾ പൂരിപ്പിക്കേണ്ടത് Aയും Bയും മാത്രമാണ്. ശ്രദ്ധിക്കുക, ഇയാൾ പൂരിപ്പിക്കേണ്ട ഭാഗം Aയും Bയും മാത്രമാണ്. എന്നാൽ ഈ B ഭാഗം ഇയാൾ പൂരിപ്പിക്കുമ്പോൾ 2002 ലിസ്റ്റിലെ പോലെ തന്നെ പൂരിപ്പിക്കുക. അതായത് 2002 വോട്ടർ പട്ടികയിൽ ഇയാളുടെ പേരും എപ്പിക് നമ്പറും ബന്ധുക്കളുടെ പേരും ഒക്കെ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെയാണ് ഈ B കോളം ഇയാൾ പൂരിപ്പിക്കേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, B കോളത്തിന്റെ താഴെ വരുന്ന കോളങ്ങളിൽ കൊടുക്കേണ്ടത് 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള നിയോജക മണ്ഡലത്തിന്റെ പേര്, ഭാഗം നമ്പർ, ക്രമ നമ്പർ എന്നിവയാണ്. ഇയാൾ പിന്നീട് ഫോം ഒപ്പിടുക. അതിനുശേഷം വേറെയൊന്നും ഈ വ്യക്തി ചെയ്യേണ്ടതില്ല. ഇനി രണ്ടാമത്തെ ആൾ, ഈ വ്യക്തിക്ക് 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ട്. എന്നാൽ 2002 പട്ടികയിൽ പേരില്ല എങ്കിൽ അദ്ദേഹം Aയും Cയും ആണ് പൂരിപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുക, 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ട്, 2002 പട്ടികയിൽ പേരില്ല എങ്കിൽ ഇദ്ദേഹം Aയും Cയും പൂരിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 2002 പട്ടികയിൽ അദ്ദേഹത്തിന്റെ ഏത് ബന്ധുവിൻ്റെയാണ് പേരുള്ളത് എന്നാണ് അദ്ദേഹം നോക്കേണ്ടത്. വോട്ടറുടെ പേര് എന്നുള്ളിടത്ത് ആ ബന്ധുവിന്റെ പേരാണ് നൽകേണ്ടത്. അതായത് 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേരാണ് ആ C കോളത്തിൽ നൽകേണ്ടത്. ആ ബന്ധുവിന്റെ എപ്പിക് നമ്പർ നൽകണം. 2002 പട്ടികയിൽ ആ ബന്ധുവിന് നേരെ നൽകിയ വോട്ടറിന്റെ ബന്ധുവിന്റെ പേരാണ് അവിടെ ബന്ധുവിന്റെ പേരായി ചേർക്കേണ്ടത്. അവർ തമ്മിലുള്ള റിലേഷനാണ് അവിടെ കൊടുക്കുകയും ചെയ്യേണ്ടത്. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ക്രമ നമ്പർ, ഭാഗം നമ്പർ തുടങ്ങിയവ 2002 ലിസ്റ്റ് അനുസരിച്ച് വേണം എഴുതാൻ. ഇനി മൂന്നാമത്തെ ആൾ, ഈ വ്യക്തിക്ക് 2025 പട്ടികയിൽ പേരുണ്ട്. എന്നാൽ 2002 പട്ടികയിൽ അദ്ദേഹത്തിൻ്റെയോ ബന്ധുക്കളുടെയോ പേരില്ല എങ്കിൽ A കോളം മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും. ശ്രദ്ധിക്കുക, 2025 പട്ടികയിലും പേരുണ്ട്. എന്നാൽ 2002 പട്ടികയിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേരില്ല എങ്കിലാണ് A കോളം മാത്രം പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ നിലവിലെ ഫോട്ടോ എന്നുള്ളിടത്ത് പുതിയ ഫോട്ടോ പതിക്കുക. ഒരു വോട്ടർ 2 ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്ന് BLOയ്ക്ക് കൊടുക്കുക, ഒന്ന് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഫോമിന്റെ ഏറ്റവും താഴെ തീയതിയോടുകൂടി തന്നെ ഒപ്പിടുക. അപ്പോൾ ഇനി ടെൻഷൻ കൂടാതെ തന്നെ നമുക്ക് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാം. ഞാനിടുന്ന വീഡിയോകൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്